ഓക്കെ അല്ലേ? കൊള്ളാം, നീ പെട്ടെന്ന് വാ, അവരെല്ലാരും വെയിറ്റിംഗാ. Celebrate our success and hear what's next. Please welcome our CEO, Miss Anne, and lead designer, Miss Tanmaya. Thank you all. Okay, so our perfume and couture launch was just the start. In 7 months, we are processing to expand into high-end jewelry to complete our vision. We've given you the scent and the style. Now we are ready to bring the Jade? To bring the shine, we are looking for partners who can reach our limits. So that's it. Enjoy the night, everyone. എന്താ പറ്റി? നീ എന്താ കംപ്ലീറ്റ് ചെയ്യാഞ്ഞേന്ന്? തനു, എടി നോക്ക്, എന്താ പറ്റി? കൈയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റിയടാ? ഒന്നുമില്ല. ഓക്കെ, നീ പറയണ്ട, തോന്നുമ്പോ പറഞ്ഞാ മതി. ബട്ട് കിച്ചു വിടുന്ന തോന്നുന്നില്ല. വീട്ടിൽ ചെന്ന് ചോദിക്കും. അവൾ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാറ്. ആരാടി അവിടെ എന്നെ കുറിച്ച് കുറ്റം പറയുന്നേ? ഒരു നല്ല കാര്യം പറഞ്ഞതാണേ. നിനക്കും ആരോയും കൂടി സ്റ്റേജിലേക്ക് കയറായിരുന്നു. പിന്നെ എന്നെ കൊണ്ടൊന്നും പോയി. യെസ്, ഹായ് മിസ് ആൻഡ് മിസ് തന്മയ and Miss Kirtika is you? I'm Julia from JR Group. That launch was just a masterpiece. Oh, thank you. So my firm wants to back your jewelry expansion. Our formal proposal with my card is in the file. Let's talk about it later. So you ladies get going. Of course, I'll review it. ആ കൊച്ചിനെ കാണാൻ എവിടെ കണ്ട പോലെ ഉണ്ടോ? എനിക്ക് തോന്നിയില്ല. ആരോടെ കയ്യിൽ കൊടുത്തേക്കത്? ഏതായാലും അവള് പാർട്ടിക്ക് വരുന്നില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാ. പിന്നെ ഞാൻ പാർട്ടിക്കില്ല കേട്ടോ, നിങ്ങൾ പോയി എൻജോയ് ചെയ്തോ. ശരി, നമുക്ക് പോവല്ലേ? ഇങ്ങോട്ടേക്ക് പാർട്ടിക്ക്? ഞാനില്ലടാ, ഞാൻ വീട്ടിൽ പോവാം. എൻ്റെ ഇഷ്ടം. ഞാൻ ഡ്രൈവ് ചെയ്യണോ? വേണ്ട. ഹലോ എടി, നീ റൂമിൽ എത്തിയോ? നിനക്കെന്താ പറ്റിയത്തെ? ഞാനിന്ന് ചേട്ടനെ കണ്ടു. ഞാൻ ശരിക്കും കണ്ടതാ. എന്നിട്ട് പിന്നെ അവനെ കണ്ടില്ല. സോ എനിക്ക് അവനെ കാണണം. തനിവേ അതിനവൻ ജീവൻ ബാക്കി വേണ്ടേ? എന്റെ ജയിലും മരിച്ചെന്നല്ലേ? ഞാൻ പോവാ എന്റെ ജയിലിനെ കാണാൻ. അങ്ങനെയല്ല മൊത്തം. അത് നമുക്ക് വരെ കാണാം. തനു ധാനി, വേഗം വാ. എന്താ അർജന്റ്, പെട്ടെന്ന് വണ്ടി എടുക്ക്. എങ്ങോട്ടാന്ന് പറ. റൈറ്റ് തിരി. അങ്ങോട്ട് വണ്ടി കേറുന്നില്ല. അവിടെ കാണാ, ഒറ്റക്ക് പോവല്ലേ? എന്നാ പെട്ടെന്ന് വാ. ഫോണിങ് താ, ഞാൻ ഫ്രണ്ടിൽ നടക്കാം. സിഗ്നൽ പോയി. നീ ആരെ കാണാൻ വന്നാന്നെങ്കിലും പറ. തനുവിനെ അവിടെ ലൈറ്റ് കാണുന്ന. ബ്രീത്തിങ് കൊണ്ട് പെട്ടെന്ന് വാ.
ഡാനി എന്താ പറ്റി? എന്തിനാ വരാൻ പറഞ്ഞേ? അത് അത് തനുവിനൊരു ആക്സിഡന്റ്. എങ്ങനെ? അവള് നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു? അവള് പിന്നെ വീട്ടിൽ പോണം പറഞ്ഞു, കാർ എടുത്ത് പോയായിരുന്നു. പിന്നെ ആൻ എന്നോട് തനുവിന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞു. ഞാനല്ലാത്ത അവളെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. നീ നിന്നെ തന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? വിധിച്ചതാണെങ്കിൽ വരാനുള്ളതാണെന്ന് വിചാരിച്ച് സമാധാനിക്കുക. പക്ഷെ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടായില്ലെങ്കിൽ. നീ എന്ത് പറഞ്ഞെന്നാ? അവൾ എന്നോട് ചേട്ടനെ കണ്ടു എന്ന് പറഞ്ഞു. അവൾക്കങ്ങനെ കാണണം പോലും. അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു. ജേഡ് ജീവിക്കുന്നില്ല എന്നൊക്കെ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ അവൾ ജേഡിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കി. ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നല്ലേ? അതെങ്ങനെ? അവൾ ഓക്കെ ആണെന്നല്ലേ തെറാപ്പിസ്റ്റ് പറഞ്ഞു. അവർക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ കുറെ ആയി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല ഏട്ടാ, ഏട്ടന് തോന്നിയതാ. ഞാൻ ഇവിടെ വന്നിട്ട് 6 months ആയി. എന്നിട്ട് അവളെ ഞാനൊന്ന് ചിരിച്ച് കണ്ടിട്ടില്ല. ആ പഴയ എന്റെ അനിയത്തീര് ഒരു പ്രാവശ്യം പോലും ഞാൻ കണ്ടിട്ടില്ല. ഫാമിലി ഓഫ് തന്മയ രാജ്. Yes, sir. She is physically all right. She just has a stitch on the head, so be careful not to hit the head somewhere. And one more thing, does the patient have any history of psychiatric condition like trauma or medication? Doctor, she used to have PTSD with CG. Oh, well, I think just a possibility that she might still be under it. So it would be great not to talk about anything that might trigger her. Okay, thanks, doctor. But when can we see her? When she wakes up, we'll call you. It might take a day or two. PTSD with CG? എന്താ അവൾക്ക് ശരിക്കും പറ്റി? ആരെങ്കിലും ഒന്ന് പറ. ഞാൻ പറയാം. ആ കഥ പറയുന്നതിന് മുമ്പ് ഏട്ടൻ ഒരാളറിയാം. ഞങ്ങളുടെയൊക്കെ റിച്ചു, മായയുടെ മാത്രം ചെയ്ത്. മായ? ജെയ്ഡ് തനുവിനെ വിളിച്ചോണ്ടിരുന്ന പേരാ. ജെയ്ഡോ? അതാരാ? ജെയ്ഡ് തനു 8ാം ക്ലാസ് തൊട്ട് കാണാൻ തുടങ്ങിയ ഒരു മുഖം. അവർ അങ്ങനെ കണ്ടുമുട്ടി. കുറേ കാലം സ്നേഹിച്ചതാണ്. പിന്നീട് ഒരു +1 ആയപ്പോഴത്തേക്കും അവൻ്റെ അഡ്രസ് ഒന്നുമില്ലാതായി. ഞങ്ങൾ കുറേ അന്വേഷിച്ചു നോക്കി. പിന്നീട് എപ്പോഴും ഫ്ലോറിഡയിൽ വെച്ച് അവർ വീണ്ടും കണ്ടുപിടി. അങ്ങനെ അവർ കല്യാണം കഴിഞ്ഞു. മോമോന്ന് പേരുള്ള ഒരു കുഞ്ഞുമായി. പക്ഷെ ഇതെല്ലാം അവൾ 8ാം ക്ലാസ് മുതലേ കാണാൻ തുടങ്ങിയ ഒരു സ്വപ്നമായിരുന്നു മാത്രം. ഇനിയൊരു 3-4 വർഷം മുമ്പോട്ട് പോകും. ഞങ്ങൾ എല്ലാവരും കോളേജ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിക്ക് അവൾ ഷോർട്ടാക്കി ഇച്ചുനോ പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം. സോ ഹിയർ വി ഗോ. പോയി നോക്കടി. നീ തുറന്നോ? പ്ലീസ്, ഞാൻ കുളിക്കാൻ പോവാ. അപ്പോഴത്തേക്ക് പോയ ഹായ്, നീ എന്താ ഇവിടെ? ഇന്നലെ വിളിച്ചപ്പോ നിങ്ങളോടൊക്കെ എന്താ പറഞ്ഞേ? 8:30 ക്ലാസ്സിലേക്ക് കയറണം. എന്നിട്ടിപ്പോൾ എത്ര ആയി? 8:15 അല്ലേ? ക്ലോക്ക് ഇങ്ങനെ. എന്നാ ശരിയാ. ഹായ്,
നിന്നോടൊക്കെ ഞാൻ 8:30 എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ 8 മണിക്ക് എണീച്ചതാ. പിന്നെ തനുവിനെ വിളിച്ച് പൊക്കിക്കൊണ്ട് വന്ന് കുളിക്കാൻ കയറിയപ്പോഴത്തേക്കിന് നേരെ ആയതാ. ഞാനത് വിശ്വസിക്കണമായിരിക്കും. ഗൈസ്, ഞാൻ റെഡിയാ, പോവാം. ഫുഡോ ഇന്നും ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കേണ്ടി വരും. പിന്നെ ഞാൻ പൈസ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഏട്ടൻ തന്നത് തീർന്നു. ചേച്ചി വിളിക്കുമ്പോൾ കട്ടാക്കുക. എൻ്റെ അടുത്തിന് നമുക്ക് ബസ്സിന് പോകാനുള്ള ചില്ലറയും കൂടി ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ക്യാൻസൽ. എന്നാലും അല്ല, ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? ബാക്കിയുള്ളവർ എത്തട്ടേന്ന്. ഞങ്ങൾ എത്തിയേ. ഒന്നിൻ്റെ കുറവുണ്ടല്ലോ. ഫുഡ് വാങ്ങിക്കാൻ പോയേക്കുന്നു. അല്ല, നിങ്ങൾ കഴിച്ചാ? ഓ, നിങ്ങളൊക്കെ ഭയങ്കര പൈസക്കാര്. നമ്മളെടുത്ത് ബസ്സിന് പോകാനുള്ള ചില്ലറ കൂടി ഉള്ളുവേ. അതെ അതെ, പ്രത്യേകിച്ച് എന്റെ വല്യച്ഛൻ. ഒന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? പറഞ്ഞാലേ ഇരിക്കുള്ളെങ്കിൽ നീ ഇരിക്കണ്ടടാ. ആരുടെ അത്? നാണ്ടാ അച്ചടാ, എന്റെ തൈപ്പട്ടി എന്നമ്മോ ആരട്ടിയേ. മിസ് ഓൾഡാ. മിസ് എന്നിട്ട് മറ്റവനെ കൊണ്ട് കൊടുക്കും. എന്നോട് ആരെങ്കിലും പറഞ്ഞോ ഒരാഴ്ച വീട്ടിലടയിരിക്കും? അതെന്തേലും അവിടെ ക്ലാസ്സിൽ കയറില്ലേ? ഫസ്റ്റ് അവർ കമ്മ്യൂണിക്കേഷൻ ആണ്. മാരടി കൊച്ചേ, അയാളുടെ അമ്മമ്മയുടെ ായിട്ട് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ, ഇന്നെന്താ ആരുടെ അമ്മമ്മയ്ക്ക് വിളിക്കാത്തേന്ന്. നീ പോയേടെടുക്ക. നിനക്ക് എന്തെങ്കിലും പറ്റി ഓടിവാവേ? എന്റെ തലേന്റെ ബാക്കിൽ എന്ത് തണുപ്പമ്മേ. ഈശേ, ആരും കിച്ചു പിടിക്കടി. ഒടുക്കത്തെ വെയിറ്റാ. നീയും ആരും കൂടി പോക്കിക്കോ, അതിനെ ഞാനും അച്ഛൻ കൂടി എടുത്തോളാം. ദൈവമേ, അതും വീണ. ഇനിയിപ്പോ 2 ക്ലാസ് കൂടിയല്ലേ ഉള്ളൂ. നമുക്ക് ചാടിയാലോ? പോയിക്കേ അവിടുന്ന്. ഇപ്രാവശ്യമെങ്കിലും ദാനിനെ പോലെ കണ്ടുപഠിക്കാൻ അമ്മ പറഞ്ഞേക്കുന്നു. അതിന്റെ ഇടയിൽ അവളത്തെ ചാടല്. പിന്നെ 2 ക്ലാസ് പോയെന്ന് വിചാരിച്ച് വെയിലാവാനൊന്നും പോണില്ലല്ലോ. ഷീല മിസ്സിന്റെ ക്ലാസ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നോട്ട്സോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാനിയോട് ചോദിച്ചാൽ പോരെ. അപ്പോൾ ദാനി നീ ഇല്ലേ? എടാ ദാനി, നീ വരുന്നില്ലേന്ന്? ഞാനില്ലടാ. അതെങ്ങനെ? പുസ്തകത്തിനകത്ത് ജീവിതം സമർപ്പിച്ചിരിക്കുകയല്ലേ. എന്തേലും ആയിക്കോട്ടെ, ഞാൻ പോവാ. ഇവിടെ ഇങ്ങനെയൊരു സാധനം ഉണ്ടായത് നന്നായല്ലേ? അല്ല, ഇതിപ്പോ എങ്ങോട്ടെന്ന് വെച്ചാ നടക്കുന്നേ? ഓ, പറയുന്ന കേട്ടാ തോന്നി ഇത്രയും കാലം ചാടുമ്പോ എങ്ങോട്ടാ തീരുമാനിച്ചിട്ടാണ്. ഇവിടെ ഒരു ഏജൻസി കൊണ്ടുവരാണോ ക്ലാസ് കട്ടാക്കി വന്നേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഈ തന്മായ ആരാ? ഞാനാ. പിന്നെ തന്മയ എന്നെ പിടിച്ചോടി.